ഈ ബജറ്റിലെ വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം കുറച്ചിട്ടുണ്ട്. ഡൽഹി യാത്രയ്ക്ക് ശേഷം ഈ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് മിനിസ്റ്റർ അറിയിച്ചത്. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇത്തവണ കുറച്ച് 8% ഓരോ വകുപ്പിൽ നിന്നും വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, ബജറ്റിനെ പറ്റി മറ്റൊന്നും പറയുന്നില്ല, അതൊരു ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജെ ചിഞ്ചുറാണി പറയുന്നു. അപ്പോൾ CPIക്ക് ആകെ അവരുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന വിമർശനമുണ്ട്. അത് പരോക്ഷമായി ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ് ഇതിൽ തുടർ നീക്കങ്ങളുടെ സാധ്യത? വിജയകുമാർ, CPI മന്ത്രിമാർ അവരുടെ പ്രതിഷേധം പരസ്യമായും അല്ലാതെയും നേരിട്ടും ഒക്കെ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഭക്ഷ്യമന്ത്രിയാണ് ആദ്യം പ്രതിഷേധം പ്രകടിപ്പിച്ചത്. പിന്നാലെ CPI മന്ത്രിമാരെല്ലാം അവരുടെ പ്രതിഷേധം പരസ്യമാക്കുന്നു. ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണിയും ഒരുപക്ഷെ കുറച്ചുകൂടി ഈ ഭാഷ കടുപ്പിച്ചു പറയുന്നില്ലെങ്കിൽ കൂടിയും അമർഷം കൃത്യമായി പരസ്യമാക്കുകയാണ്. മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം തന്റെ വകുപ്പിന് മാത്രം വെട്ടിക്കുറച്ചു എന്നാണ് ജെ ചിഞ്ചുറാണി പറയുന്നത്. ഈ മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉൾപ്പെടെ അങ്ങനെ CPIയുടെ കൈവശം ഇരിക്കുന്ന എല്ലാ വകുപ്പുകളും റവന്യൂ വകുപ്പിന്റെ കാര്യത്തിൽ പോലും ഈ പരാതി അവർക്കുണ്ട് എന്നതാണ്. പ്രശ്നം പരിഹരിക്കും എന്നാണ് പ്രതീക്ഷ. അത് ഒരു പാർട്ടി മന്ത്രിമാർക്ക് മാത്രമായി എന്ന് പറയുന്നില്ലെങ്കിൽ കൂടിയും അതാത് വകുപ്പ് മന്ത്രിമാർ അവരുടെ വിമർശനവും പ്രതിഷേധവും അറിയിക്കുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി ഡൽഹിക്ക് പോവുകയാണ്. പക്ഷെ അതിനുശേഷം ധനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരിൽ തന്നെ കണ്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയെയും കണ്ട് ഈ പ്രശ്നം അറിയിക്കുകയും അത് പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ആ അമർഷം കൃത്യമായി പരസ്യമാക്കുന്നുണ്ട്. ഒപ്പം CPI മന്ത്രിമാരോട് പ്രത്യേകമായി വിവേചനം കാണിച്ചു എന്ന രീതിയിൽ പരസ്യമായി പ്രതികരണത്തിന് ശ്രമിക്കുന്നില്ലെങ്കിലും എല്ലാ CPI മന്ത്രിമാരും പ്രത്യേകം അവരുടെ പരാതികൾ അവരുടെ അമർഷമൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചു. ശരി സജോ, എന്തായാലും CPIയുടെ വകുപ്പുകളിൽ വേണ്ടത്ര പരിഗണന ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ശക്തമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം വെട്ടിക്കുറച്ചു എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ CPIയുടെ ആക്ഷേപം അത് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിച്ചേക്കും. അതിൽ CPMന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി സൂചന വരുന്നുണ്ട്. R. അച്യുതനും സജോ ദേവസ്യയുമാണ് വിവരങ്ങൾ നൽകിയത്.